ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച വെള്ളിയാഴ്ച അമേരിക്കയിൽ വെച്ച് നടന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിച്ചത്. വലിയ സ്വീകരണമാണ് പുടിന് ലഭിച്ചത്. വിവർത്തകരെ പോലും ഒഴിവാക്കി രണ്ടു നേതാക്കന്മാരും നേരിട്ടാണ് ചർച്ചകൾ നടത്തിയത്. ചർച്ചകൾക്കു ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനം 2 മിനിറ്റിനുള്ളിൽ അവസാനിച്ചു. അടുത്ത ചർച്ച റഷ്യയിലായിരിക്കും എന്നു മാത്രമാണ് പുടിൻ പറഞ്ഞത്. എന്നാൽ ചർച്ചകൾ സൃഷ്ടിപരമായിരുന്നു എന്നും പല വിഷയങ്ങളിലും തീരുമാനമായിട്ടുണ്ട് എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. താൻ ഇന്ത്യയുടെ പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് റഷ്യ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. താൻ കൂടി പങ്കെടുക്കുന്ന ചർച്ചകൾക്ക് കൂടിക്കാഴ്ച വഴി തുറക്കുമെന്നാണ് സെലൻസ്കിയുടെ പ്രതീക്ഷ. ട്രംപ് കൂടിക്കാഴ്ച കൊണ്ട് പ്രത്യക്ഷത്തിൽ വലിയ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായില്ല. 3 വർഷമായി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും അകന്നുനിന്ന റഷ്യയ്ക്ക് മടങ്ങി വരാൻ അവസരം ലഭിച്ചു എന്നത് ഒരു നേട്ടം തന്നെയാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടൊപ്പം യൂറോപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, ജർമ്മൻ ചാൻസലർ തുടങ്ങിയവരെ വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നതും നേട്ടം തന്നെയാണ്. റഷ്യയിൽ നിന്നും ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്ക ഉക്രൈനിന് ഉറപ്പ് നൽകുന്നതിനെ എതിർക്കില്ല എന്ന് പുടിൻ പറഞ്ഞതായും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നാറ്റോയിൽ അംഗത്വം നൽകരുത് എന്ന നിലപാടിൽ മാറ്റമില്ല. റഷ്യ പിടിച്ചെടുത്ത ചില ഉക്രൈൻ പ്രദേശങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കരുതെന്ന് ട്രംപ് ഉക്രൈനെ ഉപദേശിച്ചിട്ടുണ്ട്. കരാർ ഒന്നും ഒപ്പുവെച്ചില്ലെങ്കിലും പുടിൻ ട്രംപ് കൂടിക്കാഴ്ച വലിയ ഒരു വഴിത്തിരിവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് അധികം പണം നൽകേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ബൈപ്പാസ് നിർമ്മാണത്തിന് പണം മുടക്കുന്ന കമ്പനി ടോൾ പിരിവിലൂടെ മുടക്കിയ പണം അതിൻ്റെ പലിശ സഹിതം പിരിച്ചെടുക്കുന്ന പദ്ധതിയാണ് ബോൾട്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. റോഡ് നിർമ്മിക്കുകയും അതുവഴി വരുന്ന വാഹനങ്ങളിൽ നിന്ന് ലാഭമടക്കം മുതൽ മുടക്ക് ഈടാക്കിയതിനു ശേഷം റോഡ് സർക്കാരിനു കൈമാറണം എന്നാണ് ചട്ടം. പണം പിരിച്ചെടുക്കാൻ കാണിക്കുന്ന താൽപ്പര്യം റോഡിൻ്റെ തകരാറുകൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ കാണിക്കാതിരുന്നതിനെ തുടർന്നാണ് പാലിയക്കര ടോൾ ബൂത്ത് ഉപയോഗിക്കുന്നവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് മൂലം തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതിനാൽ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവുമായിട്ടാണ് ദേശീയപാത അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത്. റോഡ് എത്ര മോശമായാലും ടോൾ പിരിവ് മുടങ്ങാൻ പാടില്ല എന്നതാണ് അധികൃതരുടെ സമീപനം. ഇവർ യാത്രക്കാരുടെ ദുരിതങ്ങൾ കാണുന്നില്ല. 22 മാസമായി തുടരുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം
അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിരന്തരം പരാജയപ്പെടുന്നു. മധ്യസ്ഥന്മാരായ ഈജിപ്തും ഖത്തറും ഇടപെട്ടതിനെ തുടർന്ന് വെടിനിർത്തലിനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഈ റിപ്പോർട്ട് ഇസ്രായേൽ നിരാകരിച്ചു. യുദ്ധം തുടരാൻ തീരുമാനിച്ചതായി തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഗാസ പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കും എന്നാണ് പ്രഖ്യാപനം. 2023 തടവിലാക്കിയ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുക, ഹമാസ് സ്വയം നിരായുധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ യുദ്ധം തുടരാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ഗാസ നിവാസികൾ വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന ആക്രമണത്തെ ഭയന്നാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളുമായി വരുന്ന വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ സൈനികർ അനുവദിക്കുന്നില്ല. പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നു. തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഒരു ഇസ്രായേൽ രാഷ്ട്രീയ നേതാവിന് ഓസ്ട്രേലിയ സന്ദർശിക്കാൻ നൽകിയിരുന്ന വിസ അവസാന നിമിഷം റദ്ദു ചെയ്തു. തന്മൂലം ഓസ്ട്രേലിയയിലെ യഹൂദന്മാരുടെ ഒരു സംഘടന നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ഓസ്ട്രേലിയ സ്വാഗതം ചെയ്യുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി ആന്റണി അൽബാനിസിന്റെ വിശദീകരണം. ഇതേ തുടർന്ന് ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് ഇസ്രായേൽ നിർത്തിവെച്ചു. ഓസ്ട്രേലിയയിൽ യഹൂദന്മാർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇവരെ സംരക്ഷിക്കുവാൻ ആന്റണി അൽബാനിസിന് കഴിയുന്നില്ല. ദുർബലനായ ഭരണാധികാരിയായി അൽബാനിസിനെ ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രവചനം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീൻ അതോറിറ്റിയെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ അടുത്ത കാലത്താണ്. ഓസ്ട്രേലിയ ഇവരോടൊപ്പം ചേർന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിരോധത്തിനുള്ള പ്രധാന കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം വലിയ അബദ്ധമായിപ്പോയി എന്ന് വാദിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ അമേരിക്കയുടെ വ്യാപാര പങ്കാളികളായ ചൈനയും ഇന്ത്യയും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുമൂലമുണ്ടാകുന്ന വില വർധനവ് തങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് അമേരിക്കയിലെ ഉപഭോക്താക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ ചൈനയുമായുള്ള മത്സരത്തിൽ അമേരിക്കയെ ട്രംപ് പരാജയപ്പെടുത്തി എന്നാണ് അമേരിക്കയിലെ വ്യവസായ പ്രമുഖനായ എലൻ മസ്കിന്റെ വിലയിരുത്തൽ. വലിയ വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഇലക്ട്രിക് കാറുകളാണ് ചൈന വിപണിയിൽ എത്തിക്കുന്നത്. വാഹനങ്ങൾ മാത്രമല്ല, ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കൂടുതലും വില കുറവുമാണ്. തന്മൂലം ലോകത്തെല്ലായിടത്തും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയുടെ മുന്നേറ്റം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുമെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 4 ന്യായാധിപന്മാർക്കെതിരെ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഈ 4 പേരിൽ ഒരാൾ കാനഡയിൽ നിന്നും മറ്റൊരാൾ ഫ്രാൻസിൽ നിന്നും ശേഷിക്കുന്ന 2 പേർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരന്മാർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിൻ്റെ പേരിലാണ് ഈ നടപടി. 22 മാസമായി ഗാസയിൽ തുടരുന്ന യുദ്ധത്തിൻ്റെ പേരിലാണ് കോടതി നടപടി സ്വീകരിച്ചത്.
മാനവരാശിക്കെതിരെയുള്ള യുദ്ധമായിട്ടാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയെ കോടതി വിലയിരുത്തിയത്. യുദ്ധവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലി അമേരിക്കൻ പൗരന്മാർക്കെതിരെയാണ് വാറണ്ട്. കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്താനും തടഞ്ഞുവെക്കാനും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനും അംഗരാജ്യങ്ങൾക്ക് അധികാരം നൽകുന്നതാണ് ഈ ഉത്തരവ്. അമേരിക്കയും ഇസ്രായേലും ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. തന്മൂലം ഈ ഉത്തരവ് ഈ രാജ്യങ്ങളെ ബാധിക്കും എന്ന് തോന്നുന്നില്ല. പകരച്ചുങ്കം വലിയ തലവേദനയായി തുടരുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു കോടതി വിധി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ ആശ്വാസമായി. 5000 ലക്ഷം ഡോളറിനടുത്ത് വരുന്ന ഒരു തുക പിഴ അടയ്ക്കാനായിരുന്നു കീഴ്ക്കോടതിയുടെ ഉത്തരവ്. ഇത്രയും വലിയ പിഴ അടയ്ക്കാനുള്ള ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു അപ്പീൽ കോടതിയുടെ കണ്ടെത്തൽ. പിഴ അടയ്ക്കുന്നത് ഒഴിവാക്കിയെങ്കിലും പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റകൃത്യങ്ങൾ നിലനിൽക്കും എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ബാങ്കിൽ നിന്നും കടമെടുക്കാനായി ഈടു നൽകിയ വസ്തുവകകളുടെ മൂല്യം വല്ലാതെ പെരുപ്പിച്ചു കാണിച്ചതിൻ്റെ പേരിലാണ് ട്രംപിനെതിരെ കോടതി നടപടികൾ സ്വീകരിച്ചത്. 2020 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് ബലം പ്രയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അധികാരത്തിലിരിക്കുന്ന ഒരു പ്രസിഡന്റിനെതിരെ തട്ടിപ്പിനും വഞ്ചനയ്ക്കും കേസുണ്ടാകുന്നത് ഒരു രാജ്യത്തിനും അഭിമാനിക്കാവുന്ന കാര്യമല്ല. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ബുധനാഴ്ച ടിബറ്റിൻ്റെ തലസ്ഥാനമായ ലാസ സന്ദർശിച്ചു. ടിബറ്റിനെ സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രദേശമായി ചൈന പ്രഖ്യാപിച്ചത് 1965-ലാണ്. ഈ പ്രഖ്യാപനത്തിൻ്റെ 60ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. എല്ലാ വർഷവും ഈ ആഘോഷം നടക്കാറുണ്ട്. പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ താഴെത്തട്ടിലുള്ള പ്രതിനിധികളാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് പ്രസിഡന്റ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിയുന്ന ദലൈലാമ എന്നറിയപ്പെടുന്ന ടിബറ്റിൻ്റെ ആധ്യാത്മിക ആചാര്യൻ 90ാം ജന്മദിനം ആഘോഷിച്ചത് ഈ അടുത്ത കാലത്താണ്. തൻ്റെ പിൻഗാമി സ്വതന്ത്ര ലോകത്തു നിന്നായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഇദ്ദേഹം പ്രഖ്യാപിച്ചു. ചൈന നിയമിക്കുന്ന ദലൈലാമയെ സ്വീകരിക്കരുത് എന്ന സന്ദേശമായിട്ടാണ് ഈ പ്രഖ്യാപനത്തെ ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികൾ കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഷീ ജിൻപിങ്ങിൻ്റെ സന്ദർശനത്തെ ലോകം വിലയിരുത്തുന്നത്. ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയുടെ സൈനികർക്കൊപ്പം ഉത്തര കൊറിയയുടെ സൈനികരും പങ്കെടുക്കുന്നു എന്ന വാർത്ത നേരത്തെ ഇരു രാജ്യങ്ങളും നിഷേധിച്ചിരുന്നതാണ്. ഈ യുദ്ധത്തിൽ മരിച്ച ഉത്തര കൊറിയൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വ്യാഴാഴ്ച പുറത്തുവിട്ടു. പരേതരായ സൈനികരുടെ ബന്ധുക്കളെ പ്രസിഡന്റ് കിം ജോങ് ഉൻ ആശ്വസിപ്പിക്കുന്നതിൻ്റെയും അനുശോചന പ്രസംഗത്തിൻ്റെയും ദൃശ്യങ്ങൾ ലോകത്തിന് ലഭിച്ചു. കിം ജോങ് ഉന്നും പുടിനും തമ്മിൽ കഴിഞ്ഞ വർഷം നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് 12,000 സൈനികരെയെങ്കിലും റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും ഇവരിൽ 4,000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ചൈനയും റഷ്യയും ഒഴികെയുള്ള ലോകരാഷ്ട്രങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഈ സൈനിക സേവനത്തിന് എന്തു പ്രതിഫലമാണ് റഷ്യ നൽകിയത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ
ഉത്തര കൊറിയയ്ക്ക് റഷ്യ ആണവായുധങ്ങൾ നൽകിയിട്ടുണ്ടാകും എന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.